മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം 6-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ച് കേൾട്ട സുവിശേഷ ഭാഗത്തിന്റെ തുടക്കത്തിൽ അന്ധരായ 2 മനുഷ്യര് ഈശോയുടെ പക്കൽ സൗഖ്യത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ച് നിലവിളിച്ച് എത്തിയിരിക്കുകയാണ്. എനിക്കിത് സാധിക്കുമോ എന്നുള്ള ഈശോയുടെ ചോദ്യത്തിനും നിനക്കിത് സാധിക്കുമെന്നുള്ള അന്ധയാചകരുടെ ഉത്തരത്തിനുമിടയിൽ ആ മനുഷ്യര് സുഖം പ്രാപിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴമായ തലത്തിലേക്ക് ആ മനുഷ്യർ 2 പേരും ഇറങ്ങി എന്നുള്ളതിനാലാണ് അവര് സുഖം പ്രാപിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്രകാരം വിശ്വാസത്തിന്റെ വലിയ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വളരാനും ആഴപ്പെടാനും തിരുസഭ ആഹ്വാനം ചെയ്യുന്ന സമയമാണ്. വിശ്വാസമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും കൈ ഉയർത്തി വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞേക്കും. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക്, ആ തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈശോയെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ, ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറില്ലേ? കണ്ണുമടച്ച് ഈശോയിൽ വിശ്വസിക്കുവാൻ തക്ക വിധത്തിൽ ആഴമുള്ള വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഇതിന് ഒരു മികച്ച ഉദാഹരണം പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. ഈശോ ഇങ്ങനെ വലിയ ഒരു പ്രസംഗം നടത്തുകയാണ്. പ്രസംഗത്തിന്റെ ഒടുവിൽ നേരം ഇരുട്ടി തുടങ്ങിയെന്ന് മനസ്സിലാക്കി ഈശോ പ്രസംഗം അവസാനിക്കുകയാണ്. ഇനി തൊട്ട് മുമ്പിലിരിക്കുന്ന ഈ ജനലക്ഷങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഉത്കണ്ഠ ഈശോയെ അലട്ടുകയാണ്. ഭക്ഷണം മേടിക്കാനായിട്ട് ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ അത് ഒരുപാട് ദൂരമാണ്. അത് മേടിക്കാനായിട്ട് ശിഷ്യന്മാരെ വിട്ടാൽ അവര് തിരിച്ചു വരുന്നതും കാത്ത് ഈ ജനക്കൂട്ടം ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇവരെ ഭക്ഷണം കൊടുക്കാതെ വിടാനായിട്ട് ഈശോ ഒരുക്കവുമല്ല. ഈശോ ഇങ്ങനെ ജനക്കൂട്ടത്തോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവിടെ നിന്നും ഒരു ചെറിയ ബാലൻ കൈ ഉയർത്തി പറയുകയാണ്, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അതിങ്ങനെ കൊണ്ടുവരാനായിട്ട് ഈശോ പറയുമ്പോൾ അതിങ്ങനെ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോയുടെ പക്കലേക്ക് എത്തുകയാണ്. 5 അപ്പവും 2 മീനും. ഈശോയുടെ കൈവശം ഇത് എത്തിയ ഉടനെ ഈശോ ഈ ജനക്കൂട്ടത്തോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പന്തികളായി ഇരിക്കുവിൻ. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ജനസമൂഹം ഇരിക്കുന്നതിന്റെ സൂചനയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വിവിധ ഇടങ്ങളിൽ ഇരുന്നത് ഇപ്രകാരമാണ്, സിസ്റ്റമാറ്റിക്കായിട്ട്. അവർ 50-ന്റെയും 10-ന്റെയും 100-ന്റെയും കൂട്ടമായിട്ട് ഇരിക്കുകയാണ്. ഇവിടെയും അതുതന്നെ സംഭവിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഈ ജനക്കൂട്ടം എന്ത് കണ്ടിട്ട് ഇപ്രകാരം ഭക്ഷണം കഴിക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഇരുന്നു എന്നുള്ളതാണ്. അവരുടെ കൺമുൻപിലൂടെ പോയത് കണ്ടതാണ്, 5 അപ്പവും 2 മീനും. പക്ഷെ അവര് മറുത്തൊരു വാക്കുപോലും ചോദിക്കാതെ ഈശോ പറഞ്ഞത് കേട്ടിരിക്കുകയാണ്. ഫലമോ ആ 5 അപ്പവും 2 മീനും ഇങ്ങനെ വർദ്ധിച്ച് ഈ ജനക്കൂട്ടത്തിന് മുഴുവനും തികഞ്ഞ് 12 കൂട്ട മിച്ചം വരികയാണ്. ഇതാണ് ആഴമുള്ള വിശ്വാസം. വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. സിമ്പിൾ ഫെയ്ത്ത് എന്നുള്ള ഒരു സംജ്ഞയൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ലളിതമായിട്ടുള്ള ഒരു വിശ്വാസം, സിമ്പിൾ ഫെയ്ത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിമ്പിൾ ഫെയ്ത്തിലേക്കും ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെ കുറച്ചും കൂടി കടന്നു വരേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ആ സിമ്പിൾ സ്പിരിച്വാലിറ്റിയും കൂടി നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാലമായിരിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ, ആത്മീയതയെ ഇത്രമാത്രം സങ്കീർണമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒന്നല്ല എന്നുള്ളതിന്റെ സൂചനയാണ്. എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു സിസ്റ്റർ പറഞ്ഞത് ഓർക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുകയാണ്. ഒരു പേരൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ചോദിച്ച പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റി. വടവാതൂർ സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന കോടിക്കലച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഈശോയുടെ കൈയും പിടിച്ചു പോകണം. എന്നിട്ട് ഒരുമിച്ച് ആ ബെഞ്ചിലിരിക്കണം, ഈശോയുടെ വിശേഷങ്ങൾ പറയണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റിക്ക് ഉദാഹരണമാണ്. പണ്ടൊരിക്കൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെരുവിൽ സർക്കസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ അന്തി ഉറങ്ങാനായിട്ട് അസീസിയിലെ ഫ്രാൻസിസിന്റെ ഭവനത്തിലെത്തുകയാണ്. അവൻ അന്തി ഉറങ്ങാനായിട്ട് അവിടെ മുറികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ദേവാലയത്തിൽ കിടന്നുകൊള്ളാൻ ഫ്രാൻസിസ് അവനോടായിട്ട് പറഞ്ഞു, പോയി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കൊള്ളുക. നേരം ഒരുപാടായപ്പോൾ ഒരു സഹസന്യാസി ഈ ചാപ്പലിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ വലിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ്.
അവൻ ജനാലയുടെ സുഷിരത്തിലൂടെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ തെരുവിൽ കാണിക്കുന്ന സർക്കസുകളെല്ലാം ഈ ദേവാലയത്തിനുള്ളിൽ നിന്ന് കാട്ടുകയാണ്. ചിരിക്കുന്നു, കോപ്രായങ്ങൾ കാണിക്കുന്നു, കരണം കുത്തി മറയുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞ ഈ മനുഷ്യൻ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള പരാതിയുമായിട്ട് സഹസന്യാസി ഫ്രാൻസിസിന്റെ അടുക്കലെത്തുകയാണ്. ഇവര് ഒരുമിച്ച് വീണ്ടും ഈ ദേവാലയത്തിന് അടുത്തെത്തി ഈ ജനാലയുടെ സുഷിരത്തിലൂടെ നോക്കുമ്പോൾ പറഞ്ഞത് ശരി തന്നെ. തെരുവിൽ താൻ കാണിച്ചു കൂട്ടുന്ന സർക്കസുകളെല്ലാം ഈ മനുഷ്യൻ ഈ ദേവാലയത്തിൽ ഇരുന്ന് കാണിക്കുകയാണ്. കണ്ണൊന്ന് ചെറുതായിട്ട് ഫ്രാൻസിസ് പരതി നോക്കിയപ്പോൾ അത് ആ ദേവാലയത്തിന്റെ സൈഡിൽ ഒരു ബെഞ്ചിൽ ഈശോ ഇരിക്കുകയാണ്. ഫ്രാൻസിസ് സഹസന്യാസിയോട് പറഞ്ഞു, ജനാലകൾ അടച്ചേക്കുക. അവൻ അറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. അവൻ അറിയാവുന്ന ഭാഷയിൽ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്നും ഒരു ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ അവനെ വിധിക്കാൻ നമുക്കെന്ത് അവകാശം? അവര് തിരിച്ചു പോവുകയാണ്. ഇതൊരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ്. ആത്മീയതയെ നമ്മൾ ഇങ്ങനെ സങ്കീർണമാക്കാതെ കുറച്ചും കൂടി ലളിതമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ആഴമുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.